അതുപോലെ യൂത്തിനെ പ്രാർത്ഥിപ്പിക്കാൻ എന്താ വഴി? നമ്മുടെ മുഖം തന്നെ ഇങ്ങനെ ഇരുന്ന് ആകെ ഡ്രൈ ആയി ഉണങ്ങി വരണ്ട് ശോകമുഖമായി ഇരുന്നിട്ട് നീ പ്രാർത്ഥിക്കുക എന്ന് പറയുമ്പോൾ ആ ചെറുപ്പക്കാരൻ അല്ലെങ്കിൽ ചെറുപ്പക്കാരി എന്ത് പറയും? സിസ്റ്റർ ആദ്യം പോയി പ്രാർത്ഥിക്കുക അല്ലേ? പക്ഷെ നമ്മളിങ്ങനെ ദൈവത്തിൻ്റെ ആനന്ദം പ്രസരിച്ച് എപ്പോഴും ഹാപ്പി ആയിട്ട് എപ്പോഴും നല്ലൊരു സാക്ഷിയാകുമ്പോൾ അവർ ചോദിക്കുക എന്താ അതിൻ്റെ രഹസ്യം? അപ്പം നമുക്ക് പറയാൻ പറ്റും എന്ത്? പ്രാർത്ഥിച്ചിട്ടാ. ദൈവമായിട്ടുള്ള ആ ഒരു ഐക്യത്തിൽ നിന്ന് കിട്ടുന്നതാ. മിസ്റ്റിക് കമ്മ്യൂണിയൻ, മിസ്റ്റിക് യൂണിയൻ, അങ്ങനെയൊക്കെ ഉണ്ട് കാര്യങ്ങൾ. അപ്പോൾ അവർ അതെന്താ? അതങ്ങനെ ആവണമെങ്കിൽ ഇങ്ങനെ ചെയ്യണം. ഈശോ എങ്ങനെ ഓരോരുത്തരെയും കയ്യിലെടുത്തേന്നു? കയ്യിലെടുക്കാന്ന് വെച്ചാൽ നല്ല കാര്യങ്ങൾ ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കാം. എന്തായാലും പിശാചികൾ ദുഷ്പ്രേരണ ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? നല്ല പ്രേരണകൾ കൊടുക്കണം. ഇനി ഏതാ ഈശോയുടെ ഒരു കാര്യം പറയാൻ ആഗ്രഹമുള്ളത്. ഈ ആശ്രമത്തില് ഒരു ധ്യാനം കൂടിയിട്ടാണ് ഞാൻ വൊക്കേഷൻ ആൻസർ ചെയ്യുന്നത്. അതിപ്പോ ഒരു ധ്യാനം കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, 1 day retreat. അപ്പൊ ആ ധ്യാനങ്ങളിലൊക്കെ കേൾക്കുമ്പോ ഞാൻ ഈ കാര്യമാണ് തിരിച്ചറിയുന്നത്. ഇതെങ്ങനെ ഇങ്ങനെ പറയണ ഈശോനെ പറ്റി, ഇതെങ്ങനെ ഇത്രയും സ്നേഹം തോന്നണ ഈശോനെ പറ്റി. ഈശോ ആക്ച്വലി എ ലിവിങ് പേഴ്സൺ എന്നൊക്കെ അപ്പൊ എനിക്ക് ഒരു ഉള്ളിൽ ചോദിക്കാൻ തുടങ്ങി. ലൈക്ക് ഇപ്പോഴത്തെ യൂത്ത്, എസ്പെഷ്യലി ഈ ക്രിസ്ത്യൻ ആയിട്ടുള്ള യൂത്ത്, അവർക്കൊക്കെ ദേ ഓൾറെഡി ഹാവ് ദാറ്റ് ഒരു വിശ്വാസത്തിന്റെ റൂട്ടുള്ളില് അവരുടെ ഗ്രാൻഡ് പേരൻസോ അവരുടെ പേരൻസോ വഴിയായിട്ട് ഒരു റൂട്ടുണ്ട്. പക്ഷെ കുറെ ചെളിയും മണ്ണും വാരിയിട്ട് അത് ആകെ മൂടി കിടക്കാം. പക്ഷെ ഉള്ളില് when they hear പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ, പക്ഷെ ഒരു മൂടൽ ഉള്ളിലുണ്ട്. But when they hear something like this, it is like a sword striking down, and ഇതിങ്ങനെ വിവേചിച്ച് അവർക്കൊരു ലൈറ്റ് ഉള്ളിലേക്ക്. അതാണ് ഈശോയുടെ വേറൊരു ലോജിക്. ഈശോ ദൈവവചനമായിരുന്നു. വാ തുറന്ന ദൈവവചനം വന്നു. അതായത് ഉള്ളിൽ നിറച്ചും വചനം, വാ തുറക്കുമ്പോഴും ഹൃദയത്തിൻ്റെ നിറവിൽ നിന്ന് അധരം സംസാരിച്ചു. മരുഭൂമിയിലെ പരീക്ഷയുടെ സമയത്ത് സാത്താനും പറഞ്ഞു വചനം, പക്ഷെ അവൻ്റെ ഉള്ളിൽ വചനം ഉണ്ടായിരുന്നോ? ഇല്ല. അപ്പോൾ ഇന്ന് പലരും വചനം പറയുന്നത് കേൾക്കാം, പക്ഷേ നമുക്കറിയാൻ പറ്റും ഇയാളുടെ ഉള്ളിൽ വചനം ഉണ്ടായിട്ട് ആ വചനത്തിൻ്റെ നിറവിൽ നിന്നാണോ ഈ വചനം വരുന്നത്, അതോ ഒരു ബാഹ്യമായിട്ടുള്ള പ്രകടനമാണോ? നമ്മുടെ ഉള്ളിൽ ദൈവവചനം നിറഞ്ഞ് നമ്മുടെ വായിക്കൂടെ ദൈവവചനം വരികയാണെങ്കിൽ അത് ഹെബ്രായർ 4:12 ഫലം പുറപ്പെടുവിക്കും. ദൈവത്തിൻ്റെ വചനം നമ്മുടെ വായിലൂടെ വന്നാലും ഉള്ളിൽ വചനം നിറഞ്ഞ ഒരാൾ വചനം പറയുകയാണെങ്കിൽ സജീവവും ഊർജ്ജസ്വലമായിരിക്കും. അതങ്ങോട്ട് ഇറ്റ് വിൽ പിയേഴ്സ്, ഉള്ളിലേക്ക് അങ്ങോട്ട് തുളച്ച് കയറിയിട്ട് അയാളുടെ ഹൃദയത്തിൻ്റെ വിചാരങ്ങളും നിയോഗങ്ങളും വിവേചിക്കും. ഇന്നതാണ്, ഈ വിചാരം ഇതാണ്, ഈ ഒരു ഉദ്ദേശ്യം ഇതാണ്, കൃത്യം വിവേചനം വരും. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ബുദ്ധിയിൽ പ്രകാശം വരണമെങ്കിൽ ദൈവത്തിൻ്റെ വചനം ഇരുന്ന് വായിച്ച് ധ്യാനിച്ച് അത് അരച്ച് കലക്കി കുടിച്ച് നമ്മുടെ സിസ്റ്റത്തിലാക്കണം. അപ്പം നമ്മുടെ ബുദ്ധി പ്രകാശിച്ചു. പ്രകാശം ഉണ്ടെങ്കിൽ എന്താ ഉപകാരം? കാണാൻ പറ്റും. ഒരു റൂമിൽ കുറേ സാധനങ്ങളുണ്ട്, ലൈറ്റ് ഓഫാണ്, രാത്രിയാണെങ്കിൽ സാധനങ്ങൾ ഉണ്ടായിട്ടും കാണാൻ പറ്റുന്നില്ല. നമ്മുടെ ബുദ്ധിയിൽ പ്രകാശം ഉണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിലത്തെയും പിന്നെ പുറമേ ഉള്ളതൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഒരു കൺഫ്യൂഷൻ ഉണ്ടാവില്ല. ഇന്ന് അസ്വസ്ഥതകളും കൺഫ്യൂഷൻസും കുറേ സ്ഥലത്തുണ്ടെങ്കിൽ എന്താ? നമ്മുടെ ബുദ്ധിയിൽ തന്നെ പ്രകാശമില്ല അല്ലേ? റബ്ബർ വെട്ടാൻ പോകുമ്പോൾ ഇവിടെ ഒരു ലൈറ്റ്, ഹെഡ് ലൈറ്റ് പോലെ ഒരു ലൈറ്റ് ഫിക്സ് ചെയ്യും, എന്നിട്ട് അവർ പോണോടത്തൊക്കെ ലൈറ്റ്. അപ്പോൾ നമ്മുടെ ബുദ്ധി ഇങ്ങനെ പ്രകാശിച്ച് നിന്നാലോ ഒരു ഹെഡ് ലൈറ്റ് പോലെ, ഏത് അന്ധകാരമുള്ള സ്ഥലത്തേക്ക് പോയാലും അവിടെ ഈ ലൈറ്റ് വന്ന് പതിക്കും. എങ്ങനെ ബുദ്ധി പ്രകാശിക്കുക? ദൈവത്തിൻ്റെ വചനം, ദ വേർഡ് ഓഫ് ലൈറ്റ്. ആ ലൈറ്റിൻ്റെ ഒരു അഭാവമാണ് പലപ്പോഴും. അപ്പോൾ നമ്മൾ ചെറുപ്പക്കാരോടൊക്കെ പറയും പ്രാർത്ഥിക്ക്, ദൈവവചനം വായിക്ക്, പക്ഷെ അവർക്ക് ആ ലൈറ്റ് കിട്ടുന്നില്ല. ഒരു മെഴുകുതിരി കെട്ടിരിക്കുകയാണെങ്കിൽ ആ മെഴുകുതിരി കൊണ്ട് വേറെ മെഴുകുതിരി കത്തിക്കാൻ പറ്റുമോ? ഇല്ല. ഈ മെഴുകുതിരി കത്തിരിക്കണം, അപ്പോൾ അതിൻ്റെ പ്രകാശം വേറെ കത്താത്ത മെഴുകുതിരിക്ക് പകർന്നു കൊടുക്കാൻ പറ്റും.
നമ്മുടെ ഉള്ളിൽ ദൈവവചനത്തിൻ്റെ ലൈറ്റ് ഉണ്ടെങ്കിൽ, നമ്മുടെ ബുദ്ധി ദൈവവചനത്താൽ പ്രകാശിച്ചിരിക്കുകയാണെങ്കിൽ, എന്നിട്ട് നമ്മൾ വചനം പറയുമ്പോൾ, വചനം കൊടുക്കുമ്പോൾ അത് മറ്റുള്ളവരുടെ ബുദ്ധിയിൽ ഒരു വിളക്ക് കൊളുത്തും. അപ്പോൾ അവർക്ക് കാണാൻ പറ്റും, ഇത് ശരിയാണല്ലോ, ഈ ലോജിക്ക് കറക്റ്റാണല്ലോ, എനിക്ക് വല്ലാണ്ട് അശുദ്ധിയിൽ മുഴുകേണ്ട ആവശ്യമില്ലല്ലോ. പരിശുദ്ധി ഒറ്റയടിക്ക് കിട്ടില്ല, അറ്റ്ലീസ്റ്റ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ച് മനസ്സിലാക്കാമല്ലോ. അപ്പോൾ നമ്മുടെ ലോജിക്ക് എങ്ങനെയാണ്? അപ്പോൾ ഇന്ന് തന്നെ കണ്ടുപിടിക്കാം അല്ലേ, എന്ത് തരം ലോജിക്കാണ് എനിക്കുള്ളത്. ഒരു പ്രശ്നം വരുമ്പോൾ എന്തെങ്കിലും ഓടി നടന്ന് ഇങ്ങനെ പരിഹരിക്കാൻ നോക്കുന്ന, അത് ചെയ്ത് ഇത് ചെയ്ത് ഇത് ചെയ്ത് ടെൻഷനിൽ അത് ചെയ്ത് ഒന്നും മറക്കാനില്ല, അതാണ് എൻ്റെ ലോജിക്ക്. അല്ലെങ്കിൽ ഒന്ന് ശാന്തമായിരുന്ന് ഈശോയോട് ചോദിച്ച്, പരിശുദ്ധാത്മാവിനോട് ആലോചന ചോദിച്ച്, ഉപദേശം തേടി അങ്ങനെയാണോ ഹാൻഡിൽ ചെയ്യുക? സ്പീഡിൽ സൊല്യൂഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഓടി നടക്കണേ. അവസാനം ഉണ്ടായിരുന്ന അസ്വസ്ഥതനേക്കാളും കൂടുതലാക്കിയിട്ട് ഇങ്ങോട്ട് തിരിച്ചു പോരും അല്ലേ. അപ്പോൾ ബുദ്ധിയിൽ പ്രകാശം വേണം എന്നുള്ളൊരാഗ്രഹം നമുക്ക് എല്ലാവർക്കും ഉണ്ടാവട്ടെ. ദൈവത്തിൻ്റെ വചനം ചവച്ചരച്ച് അത് ധ്യാനിച്ച് ആ ദൈവത്തിൻ്റെ ലോജിക്ക് നമ്മുടെ ലോജിക്കാക്കി, ദൈവത്തിൻ്റെ യുക്തി നമ്മുടെ യുക്തിയാക്കി മാറ്റുമ്പോൾ നമുക്ക് കാര്യങ്ങൾ ഗ്രഹിക്കാൻ പറ്റും, അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും. അതിനനുസരിച്ച് ഒരു സൊല്യൂഷനൊക്കെ നമുക്ക് തന്നെ കിട്ടും. പ്രകാശം ഉണ്ടായി നമുക്ക് തന്നെ കണ്ട് സോൾവ് ചെയ്യാൻ പറ്റും അല്ലേ. വിശുദ്ധ മാർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം 26 മുതൽ. പല വൈദ്യന്മാർ, ഇത് രക്തസ്രാവക്കാരി സ്ത്രീനെ പറ്റിയിട്ട് പറയുന്നതാണ്. പല വൈദ്യന്മാരുടെ അടുത്ത് പോയി വളരെ കഷ്ടപ്പെടുകയും കൈവശമുള്ളതെല്ലാം ചെലവഴിക്കുകയും ചെയ്തിട്ടും അവളുടെ സ്ഥിതി മെച്ചപ്പെടുകയല്ല, കൂടുതൽ മോശമാവുകയാണ് ചെയ്തത്. അവൾ യേശുവിനെ കുറിച്ച് കേട്ടിരുന്നു. ജനക്കൂട്ടത്തിനിടയിലൂടെ അവൾ അവന്റെ പിന്നിൽ ചെന്ന് വസ്ത്രത്തിൽ സ്പർശിച്ചു. 29. തൽക്ഷണം അവളുടെ രക്തസ്രാവം നിലച്ചു. ഇതിൽ മെയിനായിട്ട് ഈശോ അവിടെ ഇത് കഴിയുമ്പോൾ ചോദിക്കുന്നുണ്ട്, ആരാണ് എന്നെ തൊട്ടത്? അതാണ് മെയിൻ സംഭവം. അപ്പോൾ അത് തൊട്ടതെന്ന് പറയുമ്പോൾ ശിഷ്യന്മാര് പറഞ്ഞു, ഈ കണ്ട ജനങ്ങളെ മൊത്തം നിൽക്കുമ്പോൾ ആര് തൊട്ട് എന്ത് തൊട്ട് എന്നാണ് ഈ പറയണതെന്ന് ചോദിക്കുന്നത്. പക്ഷെ ഈശോ പറയണ്ടേ, എന്നിൽ നിന്ന് ശക്തി പുറപ്പെടുവിച്ചു. അപ്പൊ ഈശോക്ക് കൃത്യം അറിയാം ഇന്ന ആൾക്ക് സുഖപ്പെട്ടു, ഇന്ന ആളെന്നെ തൊട്ടു എന്നൊക്കെ കൃത്യമായിട്ട് അറിയാം. പക്ഷെ ഇവിടെ ഈശോ ചെയ്യണത്, അവള് സമൂഹത്തിൽ നിന്ന് അകറ്റപ്പെട്ടവളായിരുന്നു, അവളെ എല്ലാവരും ഇങ്ങനെ മാറ്റി നിർത്തപ്പെട്ടവളായിരുന്നു. അപ്പൊ അവളെ പിന്നെയും സമൂഹത്തിലേക്ക് കൊണ്ടുവരാൻ ഇവളിപ്പോ ലാസ്റ്റ് പറയുന്നുണ്ട്, ഇപ്പൊ നീ ശുദ്ധിയാക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പൊ അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈശോ ഇവിടെ ഇങ്ങനെ ഒരു സീൻ ക്രിയേറ്റ് ചെയ്തത്. അതായത് ഈശോയുടെ ഒരു ആറ്റിറ്റ്യൂഡ് നമ്മളാണെങ്കിൽ ആദ്യം തന്നെ എനിക്കെല്ലാം അറിയാം. ഈശോയുടെ ആറ്റിറ്റ്യൂഡ് എങ്ങനെയാ? ശക്തി പുറപ്പെട്ടു. ആദ്യം ചോദിച്ചാൽ ആരാ തൊട്ടേന്ന്. പിന്നെ ഈശോ പറഞ്ഞു എന്നിൽ നിന്ന് ശക്തി പുറപ്പെട്ടുല്ലോ. എന്നിട്ട് ഹി ഗേവ് ദ ചാൻസ് ഫോർ ദി അതർ പേഴ്സൺ ടു സ്പീക്ക്. നേരത്തെ പറഞ്ഞ പോലെ എന്തൊരു സൗഖ്യവും ചെയ്യണ്ടെങ്കിൽ എന്താണ് അതിൻ്റെ ഉദ്ദേശം? ദൈവരാജ്യം വരണം. അപ്പോൾ ആ ദൈവരാജ്യം വരാൻ ഞാൻ ഒറ്റയ്ക്കല്ല ചെയ്തത്, അവളും കൂടി ഇതേ പാർട്ടിസിപ്പേറ്റ് ചെയ്തു. ദൈവത്തിൻ്റെ ഒരു ആറ്റിറ്റ്യൂഡാണ്. ദൈവത്തിനെല്ലാം ഒറ്റയ്ക്ക് വളരെ സർവശക്തനായി ചെയ്യാമെങ്കിലും ബലഹീനരായ മനുഷ്യരെ പങ്കുകാരാവാനായിട്ട് ദൈവം ഒരു അവസരം തരും. നമ്മൾ രണ്ടുപേരും കൂടി ചെയ്ത് അല്ലേ, ഒരു കമ്മ്യൂണിറ്റി ആറ്റിറ്റ്യൂഡ്, കമ്മ്യൂണിറ്റി സ്പിരിറ്റ്. അപ്പോൾ ഈശോ അപ്പോൾ അവൾക്ക് തന്നെ ഒരു ധൈര്യം കിട്ടി സാക്ഷ്യപ്പെടുത്താൻ. അപ്പോൾ അതുകൊണ്ട് പല ഗുണങ്ങളും ഉണ്ട്. നമുക്കൊരു സൗഖ്യം കിട്ടി അത് സാക്ഷ്യപ്പെടുത്തുമ്പോൾ അതിന് നമ്മുടെ തന്നെ വിശ്വാസം വർദ്ധിക്കും, ഒത്തിരി പേരുടെ വിശ്വാസം വർദ്ധിക്കും. അപ്പോൾ അവളും കൂടി പാർട്ടിസിപ്പേറ്റ് ചെയ്തെന്നും അവൾ ഇത് പറയുമ്പോൾ എന്തായി, അവൾ ഇനിഷ്യേറ്റീവ് എടുത്ത് തൊട്ടതാണല്ലോ, ഈശോ തൊടാൻ പറഞ്ഞതല്ലല്ലോ. അപ്പോൾ അവളെയും കൂടി റേസ് ചെയ്യാൻ, ഉയർത്താനായിട്ട്. പ്ലസ് ആസ് യു സേഡ്, എന്താ അവൾ സമൂഹത്തിൽ കുറേ പേർക്ക് അറിയാമായിരിക്കും ബൈനാവും ഇവൾക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, ഇവൾ ശുദ്ധിയുള്ളതല്ല എന്നൊക്കെ അവരുടെ ഒരു മെൻറ്റാലിറ്റി. അപ്പോൾ ഈശോ അതും കൂടി കാണിക്കുക. അതായത് വേറെ മറ്റുള്ളവരെ ശ്രേഷ്ഠരായി കണ്ട് അവരെ ഉയർത്താനുള്ള ഈശോയുടെ ഒരു മനോഭാവം.
ഇത് ഈശോ നേരിട്ട് പറയുകയാണ് ചെയ്തേ? അല്ല, ഒരു പ്രവൃത്തി കൂടെ അത് വെളിപ്പെടുത്തി. അപ്പോൾ ഈശോയുടെ ലോജിക്ക് ഇങ്ങനെ സുവിശേഷം വായിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടാവണം, എന്ത്? ഈശോയുടെ മനോഭാവം പിടികിട്ടണം, ഈശോയുടെ ലോജിക്ക് പിടികിട്ടണം, ഈശോയുടെ ആ ബുദ്ധി എന്താണെന്ന് പിടികിട്ടണം, ഈശോയുടെ സ്വഭാവം പിടികിട്ടണം. സുവിശേഷങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഈശോയുടെ സ്വഭാവം പിടികിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എല്ലാം വിട്ട് ഈശോയുടെ പിന്നാലെ പോകും. അത്രയ്ക്കും നല്ല സ്വഭാവം ഈശോയുടെ. അപ്പോൾ ഈ വചനം, പ്രത്യേകിച്ച് സുവിശേഷം ഇങ്ങനെ വായിച്ച് 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 ധ്യാനിച്ച് അതിൻ്റെ ഉള്ളിലേക്ക് പോകുമ്പോൾ ഈശോയുടെ പേഴ്സണാലിറ്റി എങ്ങനെയാണെന്ന് നമുക്ക് പിടികിട്ടും. വാട്ട് കൈൻഡ് ഓഫ് എ പേഴ്സണാലിറ്റി ജീസസ് ഹാസ്. അപ്പോൾ എല്ലാം വിട്ട് ഈശോയുടെ പിന്നാലെ പോകും. അങ്ങനെയാണ് കുറേ പേര് പിന്നാലെ പോണേ. ഇത് വായിച്ച് ധ്യാനിക്കാത്തവരോ പിന്നാലെ പോവില്ല. പലരും പറയുന്നതായിട്ടുണ്ട്, എനിക്കറിയില്ല ദൈവവിളി ഉണ്ടോയെന്ന്. ദൈവവിളി ഉണ്ടെങ്കിൽ ഞാൻ പോവും എന്ന് വെച്ചാൽ നമ്മൾ അശുദ്ധിയിലൊക്കെ മുഴുകുന്ന സമയത്ത് ദൈവം വന്ന് വിളിക്കുന്നതാണ് വിചാരിച്ച്. അല്ല, ദൈവവിളി എങ്ങനെ തിരിച്ചറിയാം? ഈശോയുടെ വചനത്തിൽ ഇങ്ങനെ അത് ധ്യാനിച്ച് ഈശോയുടെ സ്വഭാവം മനസ്സിലാക്കി അങ്ങനെ ഈശോയുടെ കൂടെ ആയിരിക്കുമ്പോൾ ഈശോ സംസാരിച്ച് നമ്മൾ കേട്ട് ഈശോയുടെ പേഴ്സണാലിറ്റി മനസ്സിലാക്കി എല്ലാം വിട്ട് ഗോയിങ് ബിഹൈൻഡ് ദാറ്റ് മാൻ. നിങ്ങളൊക്കെ എങ്ങനെയാ വന്ന്? ലോകത്തിന്റെ അശുദ്ധിയിൽ മുഴുകിയിരിക്കുന്ന സമയത്താണോ? അല്ല, ഒരു ധ്യാനം കൂടുമ്പോ ഇതാണോ ഈശോ? കൊള്ളാലോ. അല്ലാതെ ചിലവരിങ്ങനെ ലോകത്തിന്റെ എല്ലാറ്റിലും കിടന്ന് മുഴുകിയിട്ട്, ഓ എനിക്ക് ദൈവവിളിയില്ല, ഞാൻ കേട്ടില്ലല്ലോ, എന്നെ ആരെങ്കിലും വിളിച്ചാ? ഇല്ലല്ലോ. എന്ത് വിളി? എവിടുത്തെ വിളി? എപ്പോഴത്തെ വിളി? ഇന്ന് പലരും ദൈവവിളി നിഗ്ലക്റ്റ് ചെയ്യുന്നത് അങ്ങനെയാ. ദൈവവിളി ഉണ്ടായിട്ട് ദൈവം വിളിച്ച സ്ഥലത്ത് എത്തിയില്ലെങ്കിൽ വേറെ സ്ഥലത്താണെങ്കിൽ ഭയങ്കര അസ്വസ്ഥതയുണ്ടാവും. അല്ലേ? യോനാ പ്രവാചകൻ ഇങ്ങോട്ട് പോകാൻ പറഞ്ഞപ്പോൾ അങ്ങോട്ട് പോയി. അവിടെ പ്രവാചകൻ്റെ ഉള്ളിലും കപ്പലിലും എല്ലായിടത്തും പ്രശ്നം. അപ്പോൾ ഒരു സ്ഥലത്ത് വല്ലാണ്ട് പ്രശ്നം ഉണ്ടെങ്കിൽ പോസ് ഫോർ എ വൈൽ, ഒന്ന് ചെക്ക് ചെയ്യാം, എനിക്കിനി ദൈവവിളി ഉണ്ടോ, ദൈവമേ വിളിച്ചോന്ന് അങ്ങനെ ചോദിക്കില്ല. ഒന്നുകിൽ ധ്യാനം കൂടുക, അല്ലെങ്കിൽ ദൈവവചനം കൊണ്ട് നിറഞ്ഞ് പ്രകാശിച്ചിരിക്കുന്ന ആരെങ്കിലും അടുത്ത് പോയി ഗൈഡൻസ് എടുക്കുക, അല്ലെങ്കിൽ ബൈബിൾ തുറന്ന് ദൈവവചനം വായിച്ച് ധ്യാനിച്ച് ഈശോയുടെ സ്വഭാവവും ഭാവവും മനോഭാവവും ലോജിക്കൊക്കെ അറിഞ്ഞ് എനിക്ക് ശരിക്കും വിളിയുണ്ടല്ലേ. അച്ഛനവന് സിസ്റ്റർ അവനൊക്കെ വിളിയുള്ളവർക്ക് ഈശോയുടെ സ്വഭാവ പേഴ്സണാലിറ്റിയും കണ്ട പെട്ടെന്നൊരു അട്രാക്ഷനും തോന്നും. ഇത് വായിക്കണം, ധ്യാനിക്കണം, അല്ലെങ്കിൽ കേൾക്കണം. അല്ലാതെ അശുദ്ധിയിൽ മുഴുകണേൻ്റെ ഇടയ്ക്ക് എനിക്ക് വിളിയില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല.